മറുവിഭാഗം കേസുകൾ വളരെ ശക്തമായി കൊടുത്ത് മുന്നേറുമ്പോൾ നമുക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ അതേ തലത്തിൽ തന്നെ ശക്തമായി കേസുകൾ നടത്തണം, അതിനുവേണ്ടി കേസുകൾ കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ചില അസത്യങ്ങളൊക്കെ പറയേണ്ടതായിട്ട് വരും എന്നൊക്കെ ബോധ്യപ്പെടുത്തിയപ്പോൾ പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനി പറഞ്ഞത് തന്നെയാണ് ആലുവായിലെ വലിയ തിരുമേനിയും പറഞ്ഞത്. ഞാൻ സത്യം മാത്രമേ പറയൂ. ഒരു കോടതി വിധിയുടെ ആനുകൂല്യത്തിൽ എന്തെങ്കിലും ലഭിക്കുന്നതിന് വേണ്ടി അസത്യം പറയില്ല എന്ന് പരിശുദ്ധനായ പരിമല തിരുമേനിയെ പോലെ തന്നെ വലിയ തിരുമേനിയും ഉറച്ച് വിശ്വസിച്ചിരുന്നു. കാലം ചെയ്ത ഭാഗ്യസ്മരണാർഹനായ ജ്ഞാനായ അതിഭദ്രാസനത്തിന്റെ മെത്രാപ്പോലിത്തയായിരുന്ന ക്ലിമീസ് തിരുമേനിയുടെ ഒരു അനുസ്മരണ കുറിപ്പ് സാന്ദർഭികമായി സഭാചന്ദ്രികയിൽ വായിക്കുവാനിടയായി. ഒത്തിരി കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 3 വർഷം UC കോളേജിൽ പഠിക്കുന്നതിന് വേണ്ടി തിരുമേനിയുടെ അപ്പൻ, ക്ലിമീസ് തിരുമേനിയുടെ അപ്പൻ വലിയ പ്രാഭവമുള്ള ആളാണ്. അദ്ദേഹം കൊണ്ടുവിട്ടത് നമ്മുടെ വലിയ തിരുമേനിയുടെ അടുക്കലാണ്. ആ 3 വർഷത്തെ തൃക്കുന്നത്ത് സെമിനാരിയിലെ ജീവിതം പരിശുദ്ധനായ വലിയ തിരുമേനിയുടെ ജീവിത വഴികളിലൂടെ സഞ്ചരിച്ച് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും നൊയമ്പും ഉപവാസവും ഒക്കെ കണ്ട് ജീവിതത്തിന് വലിയ പരിവർത്തനം വരുത്തിയ ഒരു പിതാവായിരുന്നു ക്ലിമീസ് തിരുമേനി. ക്ലിമീസ് തിരുമേനി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, കേസുകളുടെ വലിയ ഒരു കൂമ്പാരം, പണമില്ല, വലിയ ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്. അദ്ദേഹം കോട്ടയത്ത് സിംഹാസന പള്ളിയിൽ വലിയ തിരുമേനി കുർബാന ചെല്ലുന്നു. അന്ന് കുർബാന മധ്യേ അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, മക്കളെ, കേസുകൾ ധാരാളമാണ്, പണം വേണം, തരണമെന്നൊന്നും പറഞ്ഞില്ല. പിന്നെ വാക്കുകൾ ഇടറി, തൊണ്ടയിടറി. കാരണം വ്യവഹാരങ്ങൾ നടക്കുന്നതിനോടോ മാനസികമായി പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല. പക്ഷേ വ്യവഹാരവുമായി മുന്നോട്ട് പോകുവാൻ നമ്മൾ നിർബന്ധിതരാകുന്നു. തൊണ്ടയിടറിക്കൊണ്ട് അദ്ദേഹം അവിടെ വ്യവഹാരങ്ങളുണ്ട്, പണം വേണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പള്ളിയിൽ കഴിഞ്ഞ് എല്ലാവരും ഒത്തുകൂടി അവർക്കുണ്ടായിരുന്ന എല്ലാം സമൃദ്ധമായി വലിയ തിരുമേനിക്ക് കൊടുത്ത് തിരുമേനിയെ സന്തോഷിപ്പിച്ചു എന്നുള്ളത് ക്ലിമീസ് തിരുമേനി ഓർത്തെടുത്തത് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ.